ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ്. എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു, ഞങ്ങൾ Q&A ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു, ചേച്ചി ഈ ഡെലിവറി സ്റ്റോറി പറയുമോ, പ്രഗ്നൻസി സ്റ്റോറി പറയുമോ, ലവ് സ്റ്റോറി പറയുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെലിവറി സ്റ്റോറിയും പ്രഗ്നൻസിയും അറിഞ്ഞ സ്റ്റോറിയും അതെല്ലാം ഒരു വീഡിയോ തന്നെ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഡിസംബർ 10 എങ്ങാണ്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. കാര്യം എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ഈ കസിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോയപ്പം അവിടെ ഒരു കുഞ്ഞൊരു മോനുണ്ടായിരുന്നു, എൻ്റെ വേറൊരു കസിൻ്റെ കുഞ്ഞ്. അപ്പം ഇതിനെ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, അപ്പോൾ ഉടനെ ഇപ്പം അടുത്തത് വരും, നോക്കി പഠിച്ചോ, ഇതിനെ എങ്ങനെയാണ് നോക്കണ്ടേന്നും എടുക്കണ്ടേന്നൊക്കെ എടുത്തൊക്കെ പഠിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഓ ഇല്ല, ഇപ്പോഴെങ്ങും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എൻ്റെ പീരീഡ്സ് ഡേറ്റ് മിസ്സായി കേട്ടോ. ആ കല്യാണത്തിൻ്റെ സമയത്തായിരുന്നു എൻ്റെ പീരീഡ്സ് ഡേറ്റ്. അപ്പോൾ എനിക്കൊരിക്കലും പീരീഡ്സ് ഡേറ്റ് എനിക്ക് മിസ്സാകത്തില്ല. കാര്യം ഡേറ്റിന് മുന്നേ വന്നാലേ ഉള്ളൂ, ഒരിക്കലും ഡേറ്റ് കഴിഞ്ഞ് എനിക്ക് ഇന്നുവരെ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെ മാറത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് കല്യാണം കഴിഞ്ഞ് വന്നപ്പം എന്നിട്ടും ആവാഞ്ഞപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞൊരു കാർഡ് വാങ്ങിച്ചുകൊണ്ട് പോവാം, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഉണ്ടോ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വിചാരം ഇനി കല്യാണം കഴിഞ്ഞതിൻ്റെ വല്ലതും ആയിരിക്കും, ഹോർമോണിൻ്റെ ഒക്കെ വ്യത്യാസം പറ്റില്ല, അതിൻ്റെയൊക്കെ ആയിരിക്കും ഡേറ്റ് മിസ്സായെന്നൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുക. ഒരിക്കലും ഞാൻ വിചാരിച്ചു ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ചേട്ടനോട് എന്തായാലും ഒരു കാർഡ് വാങ്ങിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം ചേട്ടന് വർക്കുണ്ട്. അപ്പോൾ ഞാൻ വൈകിട്ടൊക്കെ ആയപ്പോൾ ഞാനൊരു റീലുണ്ട്, സോന പപ്പടി ഇല്ലേ, അതിൻ്റെ ഒരു റീലുണ്ട്. അപ്പം മുതൽ എനിക്കൊരു കൊതി അത് കഴിക്കണമെന്ന്. അന്നേരം ഞാൻ എന്ത് ചെയ്ത് ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ സോന പപ്പടി വാങ്ങിച്ചോണ്ട് വരണേന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ചോദിക്കും, സോന പപ്പടിയോ അതെന്തുവാ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ അറിയത്തില്ല ഈ സാധനം എന്തുവാന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, ഞാനൊരു ഫോട്ടോ ഇട്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഗൂഗിളിൽ കയറി തപ്പി പിടിച്ച് ഫോട്ടോ ഒക്കെ വാട്സപ്പിൽ ഇട്ട് കൊടുത്തപ്പോൾ ചേട്ടൻ ചോദിച്ചു, ഇതായിരുന്നു ആ സാധനം ചോദിച്ചു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇതും കാർഡൂടെ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വരുമ്പോൾ ഒരു 11 മണിയായി, രാത്രി 11 മണിയായപ്പം ഇതും വാങ്ങി കാർഡും വാങ്ങിക്കൊണ്ട പുള്ളിക്കാരൻ വന്നേ. അപ്പോൾ ഈ കാർഡ് വാങ്ങിച്ചതൊന്നും വീട്ടിലറിയത്തില്ല കേട്ടോ, വീട്ടുകാർ ഒന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ സോന പപ്പടി രാത്രി ഞാൻ അതിൻ്റെ പകുതിയോളം കഴിച്ചിട്ട് രാത്രി കിടന്നുറങ്ങി. പക്ഷെ കിടന്നുറങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ ഉറങ്ങിയില്ല സത്യം പറഞ്ഞാൽ. ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആകാംക്ഷയിലിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒന്ന് മയങ്ങി, ഞാൻ 3 മണിയായപ്പോൾ എണ്ണിച്ചിട്ട് ഫോൺ നോക്കി എത്ര മണിയായി സമയം. ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, 6 മണിക്ക് എണ്ണിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്യുമെന്ന്. അലാറം വെച്ചിട്ടാണ് കിടന്നത്. 3 മണിക്ക് എണ്ണിച്ചിട്ട് വീണ്ടും ഉറങ്ങാതെ കിടന്നു. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി 5 മണിയായപ്പോൾ വീണ്ടും എണ്ണിച്ച്, 6 മണിയായോ നോക്കാൻ വേണ്ടിയിട്ട് ആയില്ല. പിന്നെ 5 മണി തൊട്ട് 6 മണി വരെ ഉറങ്ങാതെ കിടന്നു. ഞാനും ഉറങ്ങില്ല, അന്നത്തെ ദിവസം ചേട്ടനും ഉറങ്ങിയിട്ടില്ല. 6 മണിക്ക് അലാറം എണ്ണിച്ച് ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വര വരത്തില്ലേ രണ്ടാമത്തെ, അങ്ങനെ ഉള്ളേ. അപ്പം എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സിലൊരുമാതിരി എന്തോ ഇപ്പം ഞാൻ താഴെ വീണ് ചാവോ എന്നുള്ള രീതി എനിക്കങ്ങ് ടെൻഷനായിപ്പോയി. എന്തോ ചെയ്യും, ഞാനങ്ങ് പേടിച്ചു പോയി. അങ്ങനെ പേടിച്ചോണ്ട് ഞാൻ ചേട്ടനെ കൊണ്ട് കാണിച്ചു. അപ്പം ചേട്ടന് അയ്യോ എന്തോ ചെയ്യും. എന്നിട്ട് ഞാൻ വീട്ടിലൊന്നും ഇപ്പോഴേ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പറയാതെ, അന്ന് ചേട്ടൻ്റെ വീട്ടിൽ ആരും ഇല്ല. ചേട്ടൻ്റെ വീട്ടിൽ പന്തളത്ത് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിരിക്കുക. അപ്പം 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്ത് രാവിലെ തന്നെ 7 മണിയായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ പോവാം, അവിടെ പോയിരിക്കാന്ന് പറഞ്ഞു. അവിടോട്ട് ഞങ്ങൾ രാവിലെ തന്നെ പോയി. അപ്പം അമ്മ ചോദിച്ചു, ഇപ്പോഴെന്തിനു പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടോട്ടൊന്ന് പോവാ. അപ്പോൾ അവിടെ പട്ടിയുണ്ട്, അപ്പോൾ പട്ടിക്ക് തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഇരുന്നിട്ട് ചിന്തിക്കുക, ആരോട് ആദ്യം പറയും, എന്തോ ചെയ്യും, എങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കുക, ടെൻഷൻ്റെ പുറത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യും, നിന്റെ കുഞ്ഞമ്മയെ വിളിച്ച് പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടി. ഞാൻ പറയുന്നില്ല, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, BCom സെക്കൻഡ് ഇയർ കഴിയാറായി നിൽക്കുക. ചേട്ടനെന്ന് വെച്ചാൽ വർക്കുണ്ട്, പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ഫിനാൻഷ്യലി ഒന്നും സ്റ്റേബിളായിട്ടോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ
അതിൻ്റെ ഒരു ടെൻഷനാണ്. അപ്പം വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ ഒന്നും വേണ്ട, നിങ്ങൾക്കൊരു നല്ലൊരു ജോലിയൊക്കെ കിട്ടി എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കും ഇപ്പോഴേ വേണ്ടാന്ന് തന്നെ ആയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടറിന് ബുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്തായാലും ഇതൊന്ന് ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോലും പറയാതെ ഞങ്ങൾ സഞ്ജീവിനി ബീന ഡോക്ടറിന് ബുക്ക് ചെയ്തു. കാര്യം എൻ്റെ ചേച്ചിയുടെ നേരത്തെ ഒരു ഡെലിവറി എടുത്ത ഡോക്ടറായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിട്ടൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ ആരുമില്ല, ഒന്നും ഉണ്ടാക്കാൻ എനിക്കൊട്ടും ആ സമയത്ത് അറിയത്തുമില്ല. അങ്ങനെ എൻ്റെ ബുക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് എനിക്കങ്ങ് വിശക്കുന്നു. ഉച്ച കഴിഞ്ഞാൽ പറഞ്ഞു എന്നാ ബാ നമുക്ക് എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് പട്ടിക്ക് തീറ്റ കൊടുക്കാൻ പോകുന്ന പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു ഇരുന്ന് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും വീണ്ടും എനിക്ക് ടെൻഷൻ. പിറ്റേ ദിവസം രാവിലെ പോകണ്ടേ ഞങ്ങളപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ പോയി കിടന്നോളാം എന്ന് പറഞ്ഞു, അവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയൊന്നും ആദ്യം സമ്മതിച്ചില്ല, വേണ്ട എന്തിനാ അവിടെ ഒറ്റയ്ക്ക് പോയി കിടന്ന് ഇവിടെ കിടന്നാൽ പോരെന്ന് ചോദിച്ചു. നല്ല വേണ്ട ഞങ്ങൾ അവിടെ പോയി കിടന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും വരുന്നു. അപ്പോൾ അതും എടുത്തോണ്ട് പോയപ്പോൾ വൈകിട്ട് ചേച്ചി എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു നിനക്ക് ഇതുവരെ പീരീഡ്സ് ആയില്ലല്ലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തു ടെസ്റ്റർ 2 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കും. ആ കാർഡ് ഞാൻ എന്താ എൻ്റെ റൂമിലെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് മെത്തയുടെ അടിയിൽ ഞാൻ സേഫായിട്ട് വെച്ചു. അപ്പോൾ ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല, ഇതിങ്ങനെ ചിലപ്പം വരാത്തയായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വലിയ അഭിനയമൊക്കെ അഭിനയിച്ച് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ പോയി ഇരുന്നിട്ട് എനിക്കാണെങ്കിൽ തിന്നാനും തോന്നില്ല, ഒന്നും തോന്നില്ല. ചേട്ടൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ ചേച്ചിയെ വിളിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ചേച്ചിയെ വിളിച്ച് പറയുകയേ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞില്ല ചേച്ചിയെ വിളിച്ച് പറ, ഇത് ആരോടും പറയാതിരിക്കുന്നത് സേഫ് അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായിരുന്നു ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ചേച്ചിയോട് വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, മെത്തേഡ് ഒരു സാധനം ഇരിപ്പുണ്ട് അതൊന്ന് നോക്കാൻ പറഞ്ഞു. അവളത് നോക്കി എന്നെ ഒരു വിളി, എന്തോ അടി ഇത് ഇപ്പോഴും എന്തോ ഇനായിരുന്നു എന്നൊക്കെ ചോദിച്ചോണ്ട് എന്നെ ഒരു വിളി. അന്നേരം ഞാൻ പറഞ്ഞു നാളെ ഞാൻ ഡോക്ടറിന് ഇട്ട് പോകുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോഴത്തേനും അവർക്ക് വീട്ടിൽ പോലും പറയാതെ നിങ്ങൾ ഡോക്ടറിനൊക്കെ ബുക്ക് ചെയ്തോ, അത്രയ്ക്കൊക്കെ ഇതായോ എന്നൊക്കെ വീട്ടിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പിന്നെ എനിക്ക് പേടിയായിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എനിക്ക് എന്തായാലും നാളെ ചെന്ന് ഡോക്ടറിനെ കാണാൻ പറഞ്ഞു അമ്മ. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി സഞ്ജീവിനി പോയപ്പോൾ ഇതിനു മുന്നേ ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ഞാൻ ഡോക്ടറെ കണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാർഡ് ടെസ്റ്റ് ചെയ്തു, 2 ലൈനോട് പറഞ്ഞപ്പോഴത്തേന് ഡോക്ടർ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറയാ നന്ദനെ വന്നപ്പോഴേ എനിക്ക് തോന്നി ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് വരുന്നതെന്ന് തോന്നി. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഇപ്പോഴേ വേണ്ട. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അല്ല അങ്ങനല്ല, നമ്മളെ കുഞ്ഞിനെ വേണമെന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പം മുതൽ എൻ്റെ മനസ്സിൽ വേണ്ട എനിക്ക് വേണമെന്നൊക്കെ. എനിക്ക് അതിന് മുന്നേ ഉണ്ടായിരുന്നു, ഇത് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് കളയാൻ പടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേണമെന്നായി. പിന്നെ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു. വീട്ടിൽ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ കസിനുണ്ട്, ആ ഡോക്ടറിനോട് പറഞ്ഞപ്പോഴും പറഞ്ഞു ഡെലിവറി ആയിരിക്കും നല്ലത്, അബോർഷൻ ഒന്നും ചെയ്യണ്ട, ഇതാ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ കുട്ടി ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാമെന്നായി. കാര്യം മുന്നോട്ട് പോകണ്ടെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ഫിനാൻഷ്യലി ഒരിക്കലും ഇതായിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അന്നേരം വേണ്ടെന്ന് വെച്ചേ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലാവോ ലഡു പൊട്ടി, അയ്യോ ഞാനിനിയും പ്രസവിക്കും, അയ്യോ 10 മാസം എങ്ങനെയും ആ 10 മാസം ഒന്ന് കടന്നു കിട്ടണമെന്നായി എനിക്ക് പെട്ടെന്ന്. അങ്ങനെ ഡോക്ടർ സ്കാനിങ്ങിന് തന്നു. ആദ്യത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഒന്നും തെളിഞ്ഞിട്ടില്ലായിരുന്നു, ഹാർട്ട് ബീറ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ 2ാമത്തെ സ്കാനിങ് ഞാൻ സ്കാനിങ്ങിലാണ് ജീവിതത്തിൽ ഞാൻ പേടിച്ചത്. എൻ്റെ ഫസ്റ്റ് സ്കാനിങ്ങും 7ാം മാസത്തെ സ്കാനിങ് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുള്ളത്. അത് ഞാൻ പറയാം എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആദ്യത്തെ സ്കാനിങ് തെളിയാത്തതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ 2ാമത്തെ ആഴ്ചയുള്ള സ്കാനിങ് കഴിഞ്ഞു, ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നു, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ പോവുകയാണെന്ന് പറഞ്ഞു ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് 3ാം മാസത്തിലാണല്ലോ ചെക്കപ്പ് വരുന്നത്. ഓരോ മാസം തോറും ഇങ്ങനെ ചെക്കപ്പ് വരാൻ അടുത്ത 3ാം മാസത്തെ സ്കാനിങ്ങിനുള്ളത് തന്നു. അങ്ങനെ 3ാം മാസത്തെ സ്കാനിങ്ങിന് പോയി സ്കാൻ ചെയ്തപ്പോൾ ഞാൻ ഒരു കുഞ്ഞു രൂപം കണ്ടു. ഒരു കുഞ്ഞു രൂപം ഇങ്ങനെ കിടക്കുന്നത്, അത് ഞാൻ കാണിച്ചു തരാവേ. അതേന്റെ ഈ ഒരു രൂപം
ഈ ഒരു കുഞ്ഞു രൂപ ഇത് ഞങ്ങളെ കിച്ചു എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഈ ഒരു കുഞ്ഞു രൂപം ഞാൻ കണ്ടു. അപ്പോഴത്തേനും ചേട്ടൻ ദുബായി പോയായിരുന്നു കേട്ടോ. ആ ടൈമിൽ പിന്നെ ചേട്ടനെ ദുബായിലോട്ട് പറപ്പിച്ചു, ജോലിക്ക് വേണ്ടിയിട്ട് പറപ്പിച്ചു. അപ്പം ചേട്ടൻ ദുബായിലും ഞാൻ നാട്ടിലുമായിരുന്നു. അങ്ങനെ എന്തുവാ ഞാൻ ചേട്ടന് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കുഞ്ഞിനൊക്കെ പറഞ്ഞ് ഫോട്ടോ ഇട്ട് കൊടുത്തു. അപ്പം എന്താ അങ്ങനെ 3-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞു. അങ്ങനെ ജോലിയൊക്കെ കിട്ടി. ചേട്ടൻ വിസിറ്റിംഗ് വിസയിലായിരുന്നു. അപ്പം മെയിൻ വിസയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് നാട്ടിൽ വരും. പിന്നെ നാട്ടിൽ വന്നിട്ട് ഞാൻ പുള്ളിക്കാരനെ വിട്ടില്ല, പോകണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ, എനിക്ക് കൂടെ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ചേട്ടനെ ഞാൻ വിട്ടില്ല, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ 4-ാം മാസമൊക്കെ ആയപ്പം എൻ്റെ 4-ാം മാസം ചേട്ടൻ നാട്ടിൽ വന്നു. പിന്നെ ഞാൻ ചേട്ടനെ വിട്ടില്ല. അങ്ങനെ ഓരോ മാസം ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരു 6 മാസം കഴിയാറായപ്പോൾ എനിക്ക് കൊറോണ പിടിച്ചു. കൊറോണ വന്നു. അത് 7-ാം മാസത്തിന് മുന്നേ അമ്പലങ്ങളിലെല്ലാം കയറി തൊഴണം. പിന്നെ 7 മാസം കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലൊന്നും പോരുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കാട്ടിൽ അമ്പലത്തിലൊന്നും തൊഴാൻ പോയതാ. അവിടുന്ന് ഞാൻ കൊറോണയും പിടിച്ചോണ്ട് വന്നു. പക്ഷെ എനിക്ക് അമ്പലത്തിൽ കയറി തൊഴാനും പറ്റില്ല. കാര്യം കാട്ടിലെ അമ്പലത്തിൽ 3 മാസം കഴിഞ്ഞാൽ പിന്നെ കയറരുതെന്നെന്തോ ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഞാൻ കൊറോണയും പിടിച്ച് വന്നു. കൊറോണ പിടിച്ച് 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് 7-ാം മാസത്തെ സ്കാനിങ് ആയിരുന്നു. ആ സ്കാനിങ് എങ്ങനെ മുടങ്ങി. അങ്ങനെ കൊറോണ അയ്യോ ദൈവമേ, ഈ വയറ്റിലൊരു കൊച്ചിനെ ഇട്ടുകൊണ്ട് ചുമയും അതും ഇതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അപ്പം എൻ്റെ അമ്മ ചോദിച്ചു, ഡോക്ടറെ ഇതുപോലെ കൊറോണ വന്ന് കോവിഡ് വരുമ്പോൾ പിന്നെ കുഞ്ഞിന് വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയുള്ള സ്കാനിങ് കഴിഞ്ഞാൽ എന്തുവാ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നേരത്തെ ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം 7-ാം മാസത്തെ സ്കാനിങ് മുടങ്ങി ആദ്യം. എനിക്ക് പിന്നെ ടെൻഷൻ ചെയ്തേ 7-ാം മാസത്തെ സ്കാനിങ്. പിന്നെ പ്രാർത്ഥന അത് ഇത് കുഞ്ഞിനൊന്നും വരത്തില്ലേ എന്നൊക്കെ ഉള്ള രീതിയായിപ്പോയി. അത് ഞാൻ കൊറോണ പിന്നെ പോയി ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത ദിവസത്തേക്ക് സ്കാനിങ്ങിന് എഴുതി തന്നു. അങ്ങനെ അടുത്ത സ്കാനിങ്ങിന് ഞാൻ അത്രയും ടെൻഷൻ അടിച്ചത് സ്കാനിങ് ഇല്ല. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചു. സ്കാനിങ്ങിന് കയറി കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ലയെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്കും ഓക്കെ. അങ്ങനെ 8-ാം മാസവും 9-ാം മാസവും കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് സ്കാനിങ്ങിൽ ഡേറ്റ് തന്നത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ഫസ്റ്റ് സ്കാനിങ് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദിവസത്തെ ഡേറ്റ് തന്നു ഓഗസ്റ്റ് 27. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഡേറ്റ് ആയിരുന്നു വന്നത്. പിന്നീട് പിന്നെ 2 ഡേറ്റ് വെച്ച് തരുമല്ലോ, പീരിയഡ്സ് ഡേറ്റും വെച്ച് തരും. പിന്നെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ വളർച്ച വെച്ചിട്ടാണെന്ന് തോന്നുന്നു ആ ഡേറ്റും തരും. പിന്നെ ഡേറ്റ് മുന്നോട്ട് വരാൻ തുടങ്ങി. അവസാനം വന്നു നിന്ന ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 4-ഉം ഓഗസ്റ്റ് 16-ഉം ആയിരുന്നു 2 ഡേറ്റ് വന്ന് നിന്നത്. അപ്പോൾ അങ്ങനെ ഓഗസ്റ്റ് മാസം തുടങ്ങി ഓഗസ്റ്റ് 4-ാം തീയതി ഈ 8 മാസമൊക്കെ ആയപ്പോൾ മുതൽ ഞാൻ എന്നും പോയി അങ്ങ് അഡ്മിറ്റ് ആവും. എന്നിട്ട് ചെറിയ വേദന വരുമ്പോൾ വരെ ഞാൻ പോയി അങ്ങ് അഡ്മിറ്റ് ആവും. എനിക്കങ്ങ് പേടി പോയി അഡ്മിറ്റ് ആവും. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വരും, വീണ്ടും പോവും, വീണ്ടും വരും. അങ്ങനെ 8-9 മാസം പോയി. അപ്പോൾ ഓഗസ്റ്റ് മാസം ആയപ്പോൾ ഓഗസ്റ്റ് 4-ാം തീയതി അതെനിക്ക് ഒരു ഡേറ്റ് ഉള്ളതാ. ഓഗസ്റ്റ് 7-ന് ചെക്കപ്പിന് പോകണം. ഓഗസ്റ്റ് 4 ഇങ്ങനെ സ്കാനിങ്ങിലുള്ള ഡേറ്റ് തന്നു. പക്ഷെ ഡോക്ടർ ഒന്നും പറഞ്ഞൊന്നുമില്ല, വരണമെന്നോ അഡ്മിറ്റ് ആണോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഓഗസ്റ്റ് 7-ാം തീയതി ചെക്കപ്പ് ഡേറ്റ് തന്നു എനിക്ക്. അപ്പോൾ ചെക്കപ്പ് ഡേറ്റ് ഓഗസ്റ്റ് 7. അപ്പോൾ അന്ന് പോയാൽ മതി. അപ്പോൾ ഓഗസ്റ്റ് 4-ാം തീയതി എനിക്കവിടെ വയറിലൊരു കൊളുത്തിപ്പിടുത്തവും വേദനയൊക്കെ പോലെ തോന്നി. പക്ഷേ അന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയായിപ്പോയി, പ്രസവിക്കുമോ എന്നുള്ള പേടിയായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങാം, മാറിയില്ലെങ്കിൽ പോവാന്ന് പറഞ്ഞു. അതിന് മുന്നേ ഒരു വേന വന്നാൽ വായോ എന്ന് പറഞ്ഞ് വീട്ടുകാരെ വെച്ചോട്ട് അങ്ങ് പോവായിരുന്നു. വീട്ടുകാർ പോകേണ്ടത് കുഴപ്പമില്ല മോളേന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു അല്ല വേണ്ട പോവാന്ന് പറയുമായിരുന്നു. അന്നത്തെ ദിവസം ഞാൻ കിടന്ന് ഉറങ്ങി. ഉച്ചയൊക്കെ രാവിലെ കിടന്നതാ. എന്നിട്ട് ഉച്ചയൊക്കെ എണീച്ചപ്പോൾ ചേട്ടനൊക്കെ ചോദിച്ചു കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമൊന്നുമില്ല, എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. കാര്യം പേടിച്ചിട്ടാണ് ഞാൻ പോകണ്ടെന്ന് പറയുന്നത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ 7-ാം തീയതി അങ്ങനെ പോകാൻ നേരത്തെ അമ്മ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുക്കാം, ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു വേണ്ട അഡ്മിറ്റ് ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. 7-ാം തീയതി നമുക്ക് പോയിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വരും. ഓഗസ്റ്റ് 16-ാം തീയതി ഞാൻ പ്രസവിക്കുന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്കപ്പിന് പോയി ഡോക്ടറുടെ അടുത്തു നിന്ന് ടോക്കണൊക്കെ എടുത്തിട്ട് ഡോക്ടറുടെ റൂമിൽ കയറി NST എടുക്കത്തില്ലേ, വയറിലിങ്ങനെ ചുറ്റിക്കെട്ടി കുഞ്ഞിൻ്റെ ചവിട്ട് വരുമ്പം ഇങ്ങനെ ഞെക്കാൻ ഹേർട്ട് ബീറ്റൊക്കെ കേൾക്കുന്നത് ആ സംഭവം എടുക്കുക. ഇവൻ ഭയങ്കര ചവിട്ടാട്ടോ ആ സമയത്തൊക്കെ. ആ സാധനം എടുക്കുമ്പോഴൊക്കെ ഇവൻ ഭയങ്കര ചവിട്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഇവൻ ചവിട്ടിയേ ഇല്ല, ഇവൻ ചവിട്ടുന്നില്ല. എങ്ങാനൊരു മുഴക്കം പോലെ കണ്ടു തോന്നി ഒരു ഞെക്കം കണ്ടേ ആദ്യം ഞാൻ ഞെക്കുള്ളൂ.
അപ്പോൾ നേഴ്സ് ഒന്ന് പറഞ്ഞു കുഞ്ഞ് അനങ്ങുന്നില്ലയോ ചോദിച്ചു. അവനില്ല, വലിയ അനക്കമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ കിടന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചുകൂടെ കിടന്ന് നോക്കി, പുള്ളിക്കാരൻ്റെ അനക്കമൊന്നുമില്ല. അങ്ങനെ അന്നത്തെ ദിവസം ഡോക്ടറിന് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പം ലേബർ റൂമിലായിരുന്നു. അങ്ങനെ ലേബർ റൂമിൽ പോയി നേഴ്സ് കണ്ടിട്ട് പറഞ്ഞു നന്ദനോടും എല്ലാം പോയി കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. കഴിക്കാത്തതിൻ്റെ അങ്ങനെ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു മോള് ക്യാൻറ്റീനിൽ പോയി കഴിച്ചിട്ട് വാ, കഴിക്കാത്തതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിക്കാത്തതിൻ്റെയോ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ അമ്മ എനിക്ക് രാവിലെ പാല് തരും. മദേഴ്സ് ഹോർലിക്സ് ഇട്ടിട്ട് പാല് തരും. അതിൻ്റെ കൂടെ ഞാൻ ബദാമും കാഷ്യൂനട്ടും നമ്മുടെ വാൾനട്ടും ഞാൻ കഴിക്കും. ഈ പാലിൻ്റെ കൂടെ തന്നെ അത് കുടിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒരു ഏത്തയ്ക്ക് പുഴുങ്ങിയത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം ഒരു പുട്ടും കടലയുമായിരുന്നു തോന്നുന്നു അന്ന് ഇവിടെ രാവിലെ. പുട്ടും കടലയും ഞാൻ കഴിച്ചായിരുന്നു. പുട്ടും കടലയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ചേട്ടനാണെങ്കിൽ ഫ്രൂട്ട്സ് എനിക്ക് തരും. അപ്പം ഈ ഫ്രൂട്ട്സ് ഓരോന്നോരോന്നായിട്ട് കഴിച്ച് വെറുത്തപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നീ, എനിക്കെല്ലാം കൂടി ഇട്ട് അങ്ങ് കലക്കി അടിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഒറ്റ ട്രിപ്പിലും കുടിച്ച് തീർക്കാമല്ലോ. അങ്ങനെ ആപ്പിളും ഓറഞ്ചും മുന്തിരി എല്ലാം കൂടി ഇട്ട് അടിച്ച് ആ ജ്യൂസും കുടിച്ചിട്ട് ഞാൻ പോയത്. അപ്പം പറഞ്ഞു ഇത്രയൊക്കെ ഞാൻ കഴിച്ച് എന്ന് പറഞ്ഞു. അപ്പം നേഴ്സ് പറഞ്ഞു സാരമില്ല, ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പോയി കഴിച്ചിട്ട് വരാമായിരുന്നു. അപ്പോൾ എന്തായാലും ക്യാൻറ്റീനിൽ പോയി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ക്യാൻറ്റീനിൽ പോയി ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചു. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ മതി എന്ന് പറഞ്ഞു. നേഴ്സ് പറഞ്ഞു സ്റ്റെപ്പ് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അമ്മ പറയും കൊച്ചിന് അനക്കില്ല, ഇവർക്കങ്ങ് സിസേറിയൻ ചെയ്ത് എടുത്താലെന്താ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഓർക്കും സിസേറിയനോ, എനിക്കൊന്നും വേണ്ട, പ്രസവിക്കേ വേണ്ടെന്ന് ഞാൻ ഉള്ള മൈൻഡിൽ ഒരു പേടിയായിട്ട്. എന്നിട്ട് പോയി ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചിട്ട് തിരിച്ചു വന്ന് വീണ്ടും NST എടുത്തപ്പോൾ കുഞ്ഞ് ഒരു വട്ടം 2 വട്ടം അങ്ങോട്ട് ചവിട്ടി. ആ 2 വട്ടം ചവിട്ടിയതുള്ളൂ. അതും ഇവൻ ആഞ്ഞാ ചവിട്ടുന്നത്. പക്ഷെ ഈ ആഞ്ഞ് ചവിട്ടില്ല, അതൊരു പതിയെ 2 വട്ടം ചവിട്ടിയുള്ളൂ അവൻ. അപ്പം വീണ്ടും നേഴ്സ് ഒന്ന് ചോദിച്ചു വലിയ അനക്കം ഇല്ലല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, വലിയ അനക്കം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണിച്ചു. അന്നേരം ഒന്നും പറഞ്ഞു എന്നെ അവിടെ തന്നെ റൂമിൽ തന്നെ കിടത്തി, പുറത്തോട്ട് വിട്ടില്ല. എന്നിട്ട് ഡോക്ടർ വന്ന് എന്നെ ആദ്യം കയറി കാണിച്ചു. കാര്യം കുഞ്ഞിന് അനക്കമില്ലല്ലോ വലിയ. അപ്പോൾ ഡോക്ടർ എന്നെ PV ചെയ്തു. PV ചെയ്യുമ്പോൾ എൻ്റെ പിന്നെ PV ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് എനിക്ക്. ഞാനവിടെ ഹോസ്പിറ്റലിൽ ഇളക്കി മറിക്കും PV ചെയ്യുമ്പോൾ. എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ PV ചെയ്തൊരു യുദ്ധം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് അമ്മയെ വിളിച്ചത് ഞാൻ നേഴ്സിനോട് പറഞ്ഞ് മദറിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പം അമ്മയെ വിളിച്ച് ഒരു അഡ്മിറ്റ് ആക്കുക, കുഞ്ഞിന് അനക്കമില്ലല്ലോ, അനക്കക്കുറയില്ല, അതുകൊണ്ട് അഡ്മിറ്റ് ആക്കുമെന്ന്. അപ്പോഴത്തേന് അഡ്മിറ്റോ? അപ്പോഴത്തേനും എനിക്ക് എൻ്റെ കണ്ണ് എങ്ങനെയാണെന്ന് അറിഞ്ഞു. കാര്യം പേടി കൊണ്ട് കരച്ചിൽ വന്നു എനിക്ക്. അപ്പം എന്നെ ഡോക്ടർ കണ്ടപ്പോഴും മനസ്സിലായി ടെൻഷൻ അടിച്ചിരിക്കുമെന്ന് മനസ്സിലായി. അപ്പം ഞാൻ ഒരിക്കലും മറക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സിസ്റ്റർ, ഡോക്ടറിൻ്റെ റൂമിലുള്ള സിസ്റ്റർ, മിക്ക ഡോക്ടറും എന്നെ നോക്കി 2 ഡോക്ടർമാർ, ഇവർ 2 പേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോകത്തുള്ളൂ. കാര്യം അത്രയ്ക്ക് നല്ല ഡോക്ടർ, അത്രയ്ക്ക് നല്ല കമ്പനി, അതുപോലെ നമ്മളെ കെയർ ചെയ്യും. അപ്പോൾ ഈ ഡോക്ടർ ആണെങ്കിലുണ്ടല്ലോ എൻ്റെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു ടെൻഷനും അടിക്കേണ്ട മോളെ, ഇന്ന് നിനക്ക് മരുന്ന് തരും, നാളത്തോളം നിന്റെ ഡെലിവറി എന്തായാലും കഴിയുമെന്ന് പറഞ്ഞു. നോർമൽ ഡെലിവറിക്ക് മാക്സിമം നോക്കുമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു വീട്ടിൽ പോകണോ അതോ റൂം എടുത്തിട്ട് ഇരിക്കണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ട്. കാര്യം ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത് എൻ്റെ അമ്മയുടെ കുടുംബം എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവിടെ കുടുംബാമ്പലമുണ്ട്, അവിടെ പോയി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ അന്നേരം ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു വേണ്ട, നീ ട്രാവൽ ചെയ്യണ്ട, അപ്പോൾ PV കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, ട്രാവൽ ചെയ്യണ്ട, നീ റൂം എടുത്ത് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല അമ്മ, എനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ട്. അന്നേരം അന്ന് അമ്മയോട് ഡോക്ടറെ മുന്നേ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതുപോലെ എൻ്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കരച്ചില്ല. എനിക്ക് പേടിയാണ്, കിടന്ന് കരയുക. പക്ഷെ കരച്ചിലിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് അയച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം അവള് സ്റ്റോറി ഉണ്ട്, എന്തായാലും എൻ്റെ ചേട്ടനൊന്നും ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയാൻ തിരക്കായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചേട്ടൻ അനിയന് ഞാൻ എൻ്റെ ഫോണിൻ്റെ ലോക്കും പാസ്വേഡും ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു കുഞ്ഞ് വന്ന ഉടനെ നിങ്ങൾ സ്റ്റാറ്റസും മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിത്
കരഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഒരു സാധനമെല്ലാം എടുത്തു വെച്ച് ഡ്രസ്സും ഒക്കെ എടുത്തു വെച്ചിട്ട് നേരെ കുടുംബത്തിലോട്ട് പോയി. കുടുംബാമ്പലത്തിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങിയപ്പം ഞാൻ ചേട്ടനോട് പറയൂ എനിക്ക് പേടി എനിക്ക് ഭയങ്കര കരച്ചില്ല. എന്നിട്ട് തിരിച്ചിറങ്ങി ഞങ്ങൾ പകുതി വഴി എത്തി. എൻ്റെ വീട്ടിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും കാറിന്റെ മുന്നിൽ കൂടെ ഒരു ചേര എഴഞ്ഞു പോയി. ദൈവമേ ഞാൻ പേടിച്ചു, ദൈവമേ ഇനി ഞാൻ തിരിച്ചു വരത്തില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള രീതി. അപ്പം കുടുംബാമ്പലത്തിൽ നാഗരാജാവ് നാഗേശ്വമിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു നിന്നെ യാത്ര ചെയ്യിക്കാൻ വന്നേ, നിനക്ക് ഒരു കുഴപ്പമോ വരത്തില്ലെന്ന് പറയാനൊക്കെ വേണ്ടി വന്നിരിക്കുന്ന തന്നെ എന്നെ സമാധാനിപ്പിച്ചു. ആ സമയത്ത് ഞാൻ മുന്നേ പിച്ചുമ്പയൊക്കെ പറയുമോ പേടിച്ചിട്ട്, അല്ല ഇത് ഞാൻ തിരിച്ചു വരത്തില്ല അതിന് വേണ്ടിയിട്ട് വന്നേയാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നേരം വരെ ഇരുന്ന് കരച്ചില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ ഫുഡ് തീർന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞായിരുന്നു, ഫുഡ് തീർന്ന് അമ്മ ഒരു കാര്യം അമ്മ പറഞ്ഞ് ഇവിടെ ഇരിക്കുക. അപ്പം തന്നെ ചേട്ടൻ്റെ അമ്മയൊക്കെ വന്നു, ഇവിടെ ഇരിക്കുക, അമ്മ പോയി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചോണ്ട് വന്ന് ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്ന്. അങ്ങനെ ഞാൻ ക്യാൻറ്റീനിൽ പോയിരുന്നു ബിരിയാണിയും കഴിച്ചിട്ടാണ് പ്രസവിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചു. പക്ഷെ അവർ പട്ടിണി കേട്ടോ, അവരൊന്നും കഴിച്ചില്ല, എനിക്ക് മാത്രം വാങ്ങിച്ചോണ്ട് വന്നുള്ളൂ. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഇരിക്കുക. ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ തുടങ്ങി ഇരുന്നപ്പം ടെൻഷൻ അടിച്ചായിരിക്കുന്നത്. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, പെട്ടെന്ന് നന്ദനെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകാനായിരുന്നു. കാര്യം അച്ഛൻ്റെ ഫോൺ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഇതിൽ. അപ്പോൾ മെസ്സേജ് വന്നു ഇങ്ങനെ ലേബർ റൂമിലോട്ട് ചെല്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഒരു 3 മണിയൊക്കെ ആയിട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന്. അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് കരയുക. അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന കരയുക. എനിക്കങ്ങ് ടെൻഷൻ അടിച്ചിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് തരാം. അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല മോക്കൊന്നും പറ്റുന്ന പറഞ്ഞു. അമ്മ എന്നെ അവിടെ നിന്ന് ഇറക്കി ലേബർ റൂമിന്റെ വാതിക്ക വരെ അവർക്ക് വരാൻ പറ്റത്തില്ല. ബാക്കി എന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കയറുകയും ഒരു അലർച്ച. ഡോക്ടർമാര് പുഷ് ചെയ്യുമ്പോളെ ആ ചേച്ചിയുടെ ഭയങ്കര അലർച്ച. അപ്പഴത്തേക്ക് ഈ അലർച്ച ഇടപ്പഴത്തേക്ക് എന്റെ ഉള്ള ജീവനൂടെ പോയി. അപ്പൊ അവിടെ നിന്ന് നേഴ്സുമാർക്ക് മനസ്സിലായി ഞാൻ നല്ലോണം പേടിക്കുന്നുണ്ടെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു മോള് പേടിക്കണ്ട, മോള് പുറത്തു പോയി നിൽക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെയില്ല. അപ്പം ലേബർ റൂമിന്റെ പുറത്തോട്ട് വിട്ടില്ല, അവിടുത്തെ റൂമിന്റെ പുറത്തോട്ട് വിട്ടു. അവിടെ വെളിയിൽ നിന്ന് ഞാൻ ടെൻഷൻ അടിച്ച് പിന്നെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞ് പേടിക്കൊന്നും വേണ്ടെന്ന് അവർ സമാധാനിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു മോളുടെ ഇതൊക്കെ എന്തേലും ചോദിച്ചു, ഈ റിസൾട്ടൊക്കെ കിട്ടി ഫയൽ എന്തേലും ചോദിച്ചു. ഞാൻ പറഞ്ഞത് അമ്മയുടെ കയ്യില ഞാൻ വാങ്ങിച്ചോണ്ട് വരാന്ന്. അപ്പൊ വേണ്ട സിസ്റ്റർ പോവാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അമ്മയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ. ഞാൻ പറഞ്ഞല്ല ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് അമ്മയുടെ അടുത്ത് എത്തിയിട്ട് അമ്മ അവിടെ ഭയങ്കര അലർച്ചയും കരച്ചിട്ടും എനിക്ക് പോയി അമ്മയും കൂടെ വന്നു പറഞ്ഞ അമ്മയെ കിടന്ന് വിളിക്കുക. അമ്മ കുഴപ്പമില്ല പേടിക്കടാന്ന് പറഞ്ഞ അമ്മ എൻ്റെ കയ്യിൽ ഫയലൊക്കെ തന്നു വിട്ടു. നമ്മളെ എന്നിട്ട് അവിടുത്തെ ബെഡിൽ കിടത്തിട്ട് ഒരു വയറിലൊക്കെ പിടിച്ച് നോക്കി കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമല്ലോ, പൊസിഷനാണെന്ന് തോന്നുന്നു എന്തോന്ന് അറിയത്തില്ല, നോക്കി ട്യൂബ് ഇടും. അപ്പൊ എനിക്ക് PV ഇതാ പറഞ്ഞു ഡെലിവറിയുടെ ഒന്നും ആയിട്ടില്ല, ഡോക്ടറോട് ഡെലിവറിയുടെ ഒന്നും ആയിട്ടില്ല, എന്താണ്ട് ഇത്ര സെന്റിമീറ്റർ അങ്ങോട്ട് ഓപ്പൺ ആവും അങ്ങനെ എന്തോ വേണമല്ലോ, ഒന്നും ആയിട്ടില്ല. അപ്പൊ ട്യൂബ് ഇടണമെന്ന്. അങ്ങനെ ട്യൂബ് ഇടാൻ കയറ്റി. ട്യൂബ് ഇട്ട് ഞാൻ അവിടെ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പൊ എന്നോട് ചോദിച്ചു ഇതിന് ഇത്രയും ബഹളമാണെങ്കിൽ നേഴ്സുമാർ ചോദിച്ചു അപ്പൊ പെയിൻ തുടങ്ങുമ്പോ എന്തോ ആയിരിക്കുമോ ചോദിച്ചു. അങ്ങനെ ട്യൂബൊക്കെ ഇട്ട് കുറച്ചു നേരം അവിടെ കിടത്തിയിട്ട് റൂമിൽ വിട്ടു. അപ്പൊ ഇടവിട്ട് വേദന വരുന്നുണ്ട്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ആകുമ്പോൾ പോലും ചെറിയ വേദന വരുന്നവരും ഒരു ഞാൻ ഓടിപ്പോയി മരുന്ന് കഴിക്കും. എനിക്കൊരു ഇഞ്ചക്ഷൻ കുത്തുന്ന പോലും പേടിയാ. ഞാനപ്പം ഈ ഒരു വേദന അനുഭവിക്കാൻ പോകുന്നത്, ഡെലിവറി പെയിൻ അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു വേദന വരുമ്പോഴേ ഞാൻ അവിടെ എനിക്ക് വയ്യെന്ന് പറഞ്ഞു ഞാൻ കിടന്ന് അലയ്ക്കും. അങ്ങനെ അമ്മ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പൊ എൻ്റെ ദേഹത്തും കാതിലും ഒക്കെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കൂരി വെച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ നെയിൽ പോളിഷ് ഭാഗത്തിന് അടിച്ചില്ല. കാര്യം എനിക്കറിയാം നെയിൽ പോളിഷ് ഒക്കെ കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 8ാം മാസം വരെ നെയിൽ പോളിഷ് അടി അങ്ങ് നിർത്തിയായിരുന്നു. അങ്ങനെ അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റി നൈറ്റിയൊക്കെ എടുത്തിട്ട് ഞാനവിടെ കിടന്ന് കരയുക. അപ്പം ചേട്ടൻ അമ്മേന്റെ കാല് തിരുമ്മി തരുന്നുണ്ട്, അമ്മ പുറം തിരുമ്മി തരുന്നുണ്ട്, ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഒരു നേഴ്സ് വന്നിട്ട് കിടക്കുന്നതന്നെ പറഞ്ഞു അയ്യോ മോളെ നടക്ക്, നിനക്ക് ഓപ്പണൊന്നും ആയിട്ടില്ല അതുകൊണ്ട് നടക്കാൻ പറഞ്ഞു, എങ്കിലേ പെട്ടെന്ന് നോർമൽ ഡെലിവറി ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ നടത്താൻ കൂടെ എനിക്കാണ്ട് നടക്കാം, എനിക്ക് കിടന്നാൽ മതി, വേദന ഉണ്ടെങ്കിൽ കിടന്നാൽ മതി. അപ്പോൾ നടത്തിക്കുന്ന ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഞാനത് റീലിട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് നടക്കുന്ന ഞാൻ റീല് കാണിക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ നിൽക്കും, അയ്യോ എനിക്ക് വയ്യെന്നും പറഞ്ഞ് നിൽക്കും. കാര്യം ഞാൻ ഒന്ന് കാര്യം. അപ്പം അപ്പുറത്തെ റൂമിലൊരു ചേച്ചി പെയിൻ വരാതെ 2 ദിവസം മുന്നേ അഡ്മിറ്റ് ആവുക. അപ്പം
പെയിൻ വരുന്നില്ല, എത്ര മരുന്ന് വെച്ചിട്ട് പെയിൻ വരുന്നില്ല. എനിക്ക് ചെറിയ വേദനയുള്ള, ചെറിയ വേദന ഞാൻ വലുതായിട്ട് കാണിക്കുന്ന വെച്ചാൽ അഭിനയിക്കുകയല്ല. കാര്യം ഞാൻ എനിക്ക് ചെറിയ വേദന വന്നാലേ ഞാൻ ഒരുമാതിരി ഇതാവും. അപ്പോൾ എൻ്റെ അത് കണ്ടിട്ട് ആ ചേച്ചി ഇങ്ങനെ നോക്കുന്നു. ആ ചേച്ചിക്ക് ഇത്ര വേദന പോലും വന്നില്ല. ഞാനിപ്പോൾ വന്ന് അഡ്മിറ്റായി, എനിക്ക് ഉടനെ വേദനയും വരുന്നു. അപ്പോൾ എന്തുവാ 10 മണിക്ക് തിരിച്ച് ലേബർ റൂമിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേദന കൂടുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളെ നീ ലേബർ റൂമിലോട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, പോകുന്നില്ല, ഞാൻ 10 മണി കഴിഞ്ഞേ പോകുന്നുള്ളൂ പറഞ്ഞു. ഞാൻ ഇപ്പോഴേ പോകുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ പ്രസവിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ 10 മണിയായി. ഞാൻ ചെല്ലാത്തോണ്ട് ലേബർ റൂമിൽ നിന്ന് വെളി വന്ന് നന്ദനെ വിടാനെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വീൽ ചെയറൊക്കെ തന്നു വിട്ടവർ. വീൽ ചെയറിലൊക്കെ കയറ്റി എന്നെ എന്തുവാ ലേബർ റൂമിലോട്ട് പറഞ്ഞു വിട്ടു. ലേബർ റൂമിൽ ചെന്ന് അവിടെ നിന്ന് ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കുറെ കരച്ചിട്ടൊക്കെ. അങ്ങനെ ലേബർ റൂമിൻ്റെ അകത്ത് കയറിയപ്പോൾ സിസ്റ്റർമാരൊക്കെ ചോദിക്കും ഇത്രയ്ക്കും പേടിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ എനിക്ക് പേടിയാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഈ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പം എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, അതായത് ഈ കിച്ചു ഒടുക്കത്തെ ചവിട്ട്. അവൻ ശക്തിയിൽ കിടന്നങ്ങ് ചവിട്ടു എന്നെ. അവൻ എനിക്കൊന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് അവൻ കിടന്ന് അഭിനയിച്ചതാണെന്ന് തോന്നുന്നു. അതുപോലെ കിടന്ന് എന്നെ ചവിട്ടി. അപ്പോൾ പിന്നെ NST ഒക്കെ എടുക്കുമ്പോൾ നല്ല ചവിട്ടുണ്ട്. ഞാനിങ്ങനെ അത് അമർത്തി പൊട്ടിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഓരോരോ പകുതി മുറി വെച്ചുള്ള മരുന്നൊക്കെ തന്നു, ഒരു ഗുളികയൊക്കെ തന്നു. അങ്ങനെ ഈ വേദന ഇടവിട്ടല്ലേ വരുന്നത്. ഈ ഇടവിട്ട സമയത്ത് ഞാനൊന്ന് മയങ്ങാന്ന് വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ നേഴ്സ് വന്ന് NST എടുക്കും, ഗുളിക തരും. അങ്ങനെ എൻ്റെ ഉറക്കമൊക്കെ കിടത്തി അങ്ങനെ വേദന അവിടെ ഞാൻ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം വെളുപ്പിന് ഒരു 5 മണിയാണെന്ന് തോന്നുന്നു. 5 മണിയൊക്കെ ആയപ്പം എനിമയോ എന്തോ വയർ ക്ലീൻ ചെയ്യാൻ തരത്തില്ലേ, അതൊക്കെ തന്നു. പിന്നെ വെള്ളം പോലും തരത്തില്ലെന്നാ പറഞ്ഞത്. പിന്നെ ഒന്നും കഴിക്കാനൊന്നും നമുക്ക് തരത്തില്ല. പിന്നെ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അമ്മയൊക്കെ കാണിക്കാൻ വിട്ടു. അമ്മയും ചേട്ടനമ്മയും കാണാൻ അകത്തോട്ട് കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ പോയി കണ്ട്. പിന്നെ സിസ്റ്റർ എന്നോടൊന്ന് പറഞ്ഞു ട്യൂബ് ഇളകി തന്നെ താഴെ വീഴണം. അപ്പോൾ എനിക്ക് അങ്ങനെ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നേഴ്സ് വന്നിട്ട് പറഞ്ഞു നന്ദനെ നിർമ്മിച്ച് നടക്കാൻ പറഞ്ഞു. അങ്ങനെ വേദന മുന്നേ എനിക്ക് വേദനയൊക്കെ ഇങ്ങനെ കിടന്ന് കാണിക്കിറക്കാൻ മടി, പേടിയായിരുന്നു. അപ്പോൾ ഞാനെന്ത് വേദന സഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പര നടന്ന് ഇടയ്ക്ക് വന്നിരിക്കും, പിന്നെ നടക്കും, ഇടയ്ക്ക് വന്നിരിക്കും, പിന്നെ നടക്കും. അങ്ങനെ സമയം പോയി. പിന്നെ എനിക്ക് ട്യൂബ് അവരെ നൂരി, പിന്നെ ട്രിപ്പിട്ട് പിന്നെ എന്തോ ഒരു മെഷീൻ പോലത്തെ സാധനമൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് മനസ്സിലായി ഈ ട്രിപ്പിട്ടപ്പം മുതലാണ് എൻ്റെ പൊന്നേ ഞാൻ എന്തൊക്കെയോ കണ്ടത്. ഞാൻ പിന്നെ അവിടെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഈ ഒരു മെഷീൻ പോലത്തെ സാധനം കൊണ്ടുവച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം കൂട്ടുമ്പോഴാ കുറയ്ക്കും ഒക്കെ ചെയ്യുമ്പോഴേ വേദന കൂടുന്നതും കുറയുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. കാര്യം 25 ഇട് 16 ഇട് എന്നൊക്കെ പറയാമെന്ന് കേൾക്കാം. 16 തൊട്ടിട്ട് കൂട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിൽ കൂടുന്തോറും ആ വേദനയുടെ കാഠിന്യവും കൂടുന്നതാണ്. അങ്ങനെ ഈ ട്രിപ്പിട്ട് എൻ്റെ ദൈവമേ വേദന തുടങ്ങി. ഞാൻ എൻ്റെ മുടി പിടിച്ച് വലിക്കുന്നു, കയ്യിലിട്ടിരിക്കുന്ന ക്യാൻഡിനെ പിടിച്ച് വലിക്കുന്നു, ട്രിപ്പ് ഇട്ടിരിക്കുന്ന സ്റ്റാൻഡ് പൊക്കുന്നു. ഞാൻ അവിടെ ഉള്ളവരെ എല്ലാം തന്തയ്ക്കൊക്കെ ചെയ്തോണ്ട് അതുവരെ എനിക്ക് പേടിയായിരുന്നു കാരണം നല്ലൊക്കെ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നെന്ന് എനിക്കെന്നറിയത്തില്ല. ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ കാണിച്ചില്ലെങ്കിലെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ബഹളം ഉണ്ടാക്കി. എൻ്റെ അമ്മയെ കാണിച്ചു. അമ്മയെ കെട്ടിപ്പിടിച്ച് കയറി അമ്മ എനിക്ക് വയ്യ, എന്നെ സിസേറിയൻ ചെയ്യാൻ പറയും. ഞാൻ പിന്നെ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞ് കിടന്ന് കരച്ചില്ല. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു സിസേറിയൻ. അപ്പം അമ്മ നേഴ്സുമാരോടൊക്കെ ചെയ്യുന്നു പറഞ്ഞു മോൾക്ക് വേദന മോളെ സഹിപ്പിക്കണ്ടെങ്കിൽ സിസേറിയൻ ചെയ്യിക്കാമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അവരിങ്ങനെ അമ്മയെ സമാധാനമൊക്കെ. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, അവിടുത്തെ സിസ്റ്റേഴ്സ്, ലേബർ റൂമിലെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും എൻ്റെ ഒരു കൊച്ചു കുഞ്ഞിനെ അവരുടെ മോളെ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ എന്നെ നോക്കിയത്. കാര്യം ഞാൻ അവരെയും കയറി ഉപദ്രവിച്ച്. ഒരു സിസ്റ്ററാണ്, ആ സിസ്റ്ററിൻ്റെ പേര് എനിക്കറിയത്തില്ല. ആ സിസ്റ്റർ എൻ്റെ കൂടെ നിന്ന് എന്നെ തടകി തരുകയാണെങ്കിലും ഞാൻ മുടി പിടിച്ച് വലിക്കുമ്പോൾ മോളെ അങ്ങനെ പഠിച്ച് വലിക്കാമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ ഇല്ല അമ്മമാര് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിക്കത്തില്ലേ, അങ്ങനെ പിടിച്ചോണ്ട് എന്നെ തടകി തരുകയും ഞാൻ ആ സിസ്റ്ററിന്റെ കൈയെല്ലാം പിച്ച് മാന്തി പറിച്ച് എങ്കിൽ പോലും എന്നെ ഒരു വക പറയാതെ അതെല്ലാം സിസ്റ്ററും സഹിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. എന്നിട്ട് എൻ്റെ ഡോക്ടറുടെ റൂമിലെ നേഴ്സിനെ കാണാൻ വന്നു, എല്ലാവരും കാണാൻ വരുമ്പോൾ ഞാൻ കിടന്ന് പറയുന്നത് എന്നെ എങ്ങനെയാലും ഒന്ന് സിസേറിയൻ ചെയ്യും. അങ്ങനെ കിടന്ന് കരയുക. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കും, എന്നെ സിസേറിയൻ ചെയ്യില്ല, എന്നെ കൊച്ചാൽ കൊല്ലാൻ നോക്കുവാണെന്നൊക്കെ ചോദിച്ചാൽ
ബോധം എന്ന് വെച്ചാൽ വേദനയുടെ ആ ഒരു കാഠിന്യത്തോട് ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെടുക. ഞാനൊക്കെ അലയ്ക്കുക. അലച്ച് ഡോക്ടർ ഒന്ന് മിക്കി ഡോക്ടർ ഒന്ന് PV ചെയ്തപ്പോൾ മിക്കി ഡോക്ടറിനിട്ട് ഞാനൊരു ചവിട്ട് കൊടുത്തു. കാര്യം ഈ വേദനയുടെ കൂടെ എനിക്ക് PVയും കൂടെ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഇതിൽ ഞാൻ ഡോക്ടറിന് എവിടെ ചവിട്ടി എനിക്ക് വയറ്റിലാന്ന് തോന്നുന്നു, ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. അപ്പൊ ഡോക്ടർ നീ എന്നെ ചവിട്ടി ഓടി ചോദിച്ചു. ഡോക്ടർ PV മോളെ സമ്മതിക്കാന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചിട്ട് ആ ഡോക്ടർ എന്റെ തലമുടി വേദന കൂടുന്തോറും ഞാൻ എന്റെ തലമുടി പിടിച്ചു വലിക്കുക. അപ്പൊ ഒരു 2 മിനിറ്റത്തൊക്കെ വേദന ഇല്ലാതിരിക്കത്തുള്ളൂ. ആ 2 മിനിറ്റ് ഞാൻ ശാന്തമായിട്ടിരിക്കും. ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇച്ചിരി വെള്ളം സിസ്റ്റർ വെള്ളം തരുമെന്ന് ചോദിച്ചു. അവർ വെള്ളം തരുത്തിക്കത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്നെ ചേർത്ത് പിടിച്ച സിസ്റ്റർ അവൾക്ക് ഇച്ചിരി കൊടുക്കും, അവള് കുഞ്ഞല്ലേന്ന് പറഞ്ഞ് ഒരടപ്പിനകത്തിൽ ഒഴിച്ചേ തരത്തുള്ളൂ, ഒത്തിരി ഒന്നും തരത്തില്ല കേട്ടോ. ആ കുപ്പിയുടെ അടപ്പിനകത്തിൽ ഒഴിച്ച് ഇച്ചിരി ഇച്ചിരി തൊണ്ട നനയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇച്ചിരി ഇച്ചിരി വെച്ച് ഒഴിച്ചു തരും. എന്നിപ്പോ ഞാൻ പറഞ്ഞില്ല ഈ മെഷീൻ കൂട്ടുംതോറും അങ്ങോട്ട് വേദന കൂടുന്നേന്ന്. അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഇത് വീര ഡോക്ടർ ഒന്ന് PV ചെയ്തപ്പോ പറഞ്ഞു 5 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ അങ്ങോട്ട് ഓപ്പൺ ആണ്. 5 സെന്റിമീറ്റർ ഓപ്പൺ ആയത് ഇനിയും പോവും, പക്ഷെ ഇവള് നോർമൽ ഡെലിവറി തന്നെ ഇവക്ക് ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി 5 കൂടോ, എനിക്ക് വയ്യ. ഞാൻ പിന്നെന്തോ ചെയ്തറിയാവോ, എന്നിട്ട് വീര ഡോക്ടർ അതെന്നെ പ്രാർത്ഥിച്ചിട്ടോ. ആ സമയത്ത് തന്നെ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വീണ ഡോക്ടർ കഷ്ടമാണ്, വീണ ഡോക്ടർ എനിക്ക് വയ്യ, എന്നെ ഒന്ന് സിസേറിയൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ വീണ ഡോക്ടർ ഇല്ല നീ നിനക്ക് നോർമൽ തന്നെ ഉള്ളതെന്ന് കയ്യിലടിച്ചിട്ട് എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റേഴ്സിനോടൊക്കെ അവിടെ നിന്നുള്ളത് പറഞ്ഞു ഞാൻ ഇതിന് പോവാ, റൗണ്ട്സിന് പോവാ എന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടർ പോയില്ല കേട്ടോ. ഡോക്ടർ ലേബർ റൂമിന്റെ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. വെളിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എൻ്റെ വീട്ടുകാർ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ അല്ല, റൂമിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ നിപ്പം ഉണ്ടായിരുന്നു ഡോക്ടർ. എന്റെ കരച്ചിലൊക്കെ ഉണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരിക്കും അറിയത്തില്ല, പക്ഷെ അവിടെ നിപ്പം ഉണ്ടായിരുന്നു ഡോക്ടർ. അത് ഞാൻ എങ്ങനെ മനസ്സിലായെന്ന് പറയാം. എന്താ ഡോക്ടർ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി അങ്ങനെ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലെ പിന്നെ ഡോക്ടർ ഇടക്കിടത്ത് കരഞ്ഞ്. അപ്പൊ ഞാൻ തന്നെ പിന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി. ഈ വേദന വരുമ്പോൾ എന്ത് ചെയ്തു ഞാൻ തന്നെ ഇവരോടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇവർ പിന്നെ പുഷ് ചെയ്യാനൊന്നും പറഞ്ഞു. ഇനി 5 നടത്തി ഞാൻ തന്നെ ഇടക്കിടന്ന് പുഷ് ചെയ്ത അവസാനം മിക്കി ഡോക്ടർ എൻ്റെ ഇത് കണ്ടപ്പോൾ മിക്കി ഡോക്ടറിന് മനസ്സിലായി. മിക്കി ഡോക്ടർ വന്നിട്ട് നോക്കിയപ്പം ഞാൻ തന്നെ പുഷ് ചെയ്ത് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു വാട്ടർ ബ്രേക്ക് പോലെ എന്തോ ഇത് പോയി. അപ്പോഴത്തേന് നേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വീണ ഡോക്ടറിനെ വിളിച്ചു നന്ദനെ പെട്ടെന്ന് ലേബർ റൂമിന്റെ ഈ ഡെലിവറി റൂം ഉണ്ടല്ലോ അവിടോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നെഞ്ചടിക്കാൻ അയ്യോ ഞാൻ എന്ത് തന്നെ പുഷ് ചെയ്ത് വല്ല കുഴപ്പമായി പോയോ, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിപ്പോയി. അയ്യോ ഞാൻ തന്നെ പുഷും ചെയ്തു, ഇനി വല്ല പ്രശ്നമായോ അങ്ങനെ ചിന്തിച്ച് എന്നെ നടത്തിച്ചോണ്ട് എനിക്ക് നടക്കാനൊന്നും വയ്യ. ഞാൻ കൂനി പിടിച്ചൊക്കെ നടന്ന് അപ്പോൾ നോക്കാതെ റൗണ്ട്സിന് പോയെന്ന് പറഞ്ഞ ഡോക്ടർ വരുന്നത്. അപ്പം വീണ ഡോക്ടറിനോട് മിക്കി ഡോക്ടർ വെച്ച് ഡോക്ടർ റൗണ്ട്സിന് പോയില്ലേ ചോദിച്ചു. പോയില്ലേ, ഇല്ല ഞാനിവിടെ നിപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡോക്ടർ എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു റൗണ്ട്സ് പോയത്. ഞാനില്ലെങ്കിൽ വീണ ഡോക്ടറിനെ വിളിക്കുന്ന പറഞ്ഞ് കിടന്ന് അലയ്ക്കും. അപ്പോൾ എന്താ ഡെലിവറി റൂമിൽ ചെന്ന് ഞാൻ തന്നെ പുഷ് ചെയ്യുക. എന്നിട്ട് ഇവർ അനശേഷം എന്തൊക്കെയോ എടുത്തോണ്ട് വന്നു. അവിടെ ചെന്നു ഞാൻ 2 പുഷ് ചെയ്തപ്പോഴത്തേന് എൻ്റെ കുഞ്ഞു വെളി വന്ന് വേദന എങ്ങോട്ട് പോയെന്നറിയത്തില്ല. എന്തോ കുഞ്ഞിന് തല വന്നപ്പോഴത്തേനും എൻ്റെ വേദന എനിക്ക് പോയി. പിന്നെ ഞാൻ ഇതായി. അപ്പോഴത്തേനും കുഞ്ഞിനെ എടുത്തപ്പോഴത്തേനും വീര ഡോക്ടർ സൈഡിൽ നിന്നും ആൺകുഞ്ഞാ എന്ന് പറഞ്ഞു. അയ്യോ ആൺകുഞ്ഞോ, ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ എനിക്ക് പെൺകൊച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടിരുന്നത്. ബാക്കി എല്ലാവരും പറഞ്ഞു ആൺകുട്ടിയാ നിനക്കെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റിച്ച് ഇടുന്ന ടൈമിൽ ഞാൻ കിടന്ന് വിറച്ച്. എനിക്ക് ഭയങ്കര തണുപ്പായപ്പോഴത്തെ കുഞ്ഞിനെ പെട്ടെന്ന് കൊണ്ടുപോയി കേട്ടോ. കുഞ്ഞിനെ കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇങ്ങനെ കണ്ടതേ ഉള്ളൂ. അന്നേരം ഞാൻ മുഖമൊന്നും കണ്ടില്ല. ഇവനെ കിച്ചുവിനെ എടുത്തോണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്തുവാ നിന്റെ കഥയാ പറയുന്നത്. അപ്പോൾ കിച്ചുനെ കൊണ്ടൊക്കെ ഇരുത്തി കേട്ടോ. അല്ല അങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് എനിക്ക് തണുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ AC ഓഫ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ AC ഒന്നും ഇട്ടിട്ടില്ല. വീര ഡോക്ടർ ഒന്നും AC ഒന്നും ഇട്ടിട്ടില്ല മോളെ ഇങ്ങനെ തണുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഗിടുകിടാന്ന് കിടന്ന് വരയ്ക്കാം. പക്ഷെ ഞാൻ സ്റ്റിച്ചിട്ട വേദന ഞാൻ ശരിക്കും അറിഞ്ഞു. കാര്യം ഞാൻ ശരിക്കും സ്റ്റിച്ചിട്ട വേദന അറിഞ്ഞു. പക്ഷെ ഞാൻ അലയ്ക്കാനും എടുക്കാനും ഒന്നും പോയില്ല. കാര്യം അത്രയും ഞാൻ കിടന്ന് ബഹളം ഉണ്ടാക്കി ഡോക്ടറിനെ ചവിട്ടി. അപ്പം എനിക്ക് അതിനോട് കിടന്ന് അലയ്ക്കാൻ വയ്യ. പിന്നെ തൊണ്ടയൊക്കെ എനിക്ക് അനക്കാനേ വയ്യ, ഭയങ്കര വേദന. കാര്യം ഞാൻ അവിടെ കിടന്ന് അലച്ച് ബഹളം ഉണ്ടാക്കി അലറി കൂവിയതാ. അതുകൊണ്ട് എനിക്ക് പിന്നെ സൗണ്ട് എടുക്കാനൊന്നും വയ്യ. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ഇട്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ കൊണ്ടുവരുന്നു എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാ അതിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആണെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ചു ഞാനൊരു ഉമ്മ കൊടുത്തോട്ടെ ചോദിച്ചു. അപ്പം ഒരു കൊച്ചിങ്ങനെ ഇരിക്കുന്നത് ഒരു ഉമ്മ കൊടുത്തോട്ടെ ചോദിച്ചു. അപ്പൊ ഡോക്ടർ
കുഞ്ഞ, ഇനി നിനക്ക് എന്ത് വേണേലും ചെയ്യാം എന്ന്. അങ്ങനെ അതൊരു ഉമ്മയൊക്കെ കൊടുത്ത് അപ്പത്തേനും ഇവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പൊ ഇവനെ അങ്ങ് പെട്ടെന്ന് കൊണ്ടുപോയി. അങ്ങനെ ഞാനൊരു 2:57 ആയപ്പോ ഞാൻ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അങ്ങനെ ഒരു ആൺകുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു 2:57 ഉച്ചയ്ക്ക് കേട്ടോ. അതൊരു വെള്ളിയാഴ്ച ഓഗസ്റ്റ് 8. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പൊ എനിക്ക് നല്ല തണുപ്പുണ്ട്. ഞാൻ വിറച്ചോടെ നടക്കുന്നത്. നടത്തിച്ചോണ്ട് തന്നെ ഞാൻ നേരത്തെ കിടന്ന റൂമിലോട്ട് കൊണ്ടുപോയി. റൂമിൽ കൊണ്ടുപോയി കിടത്തി. ഞാൻ പറഞ്ഞിട്ട് തണുക്കുന്നെന്ന് പറഞ്ഞു. തണുക്കുന്ന പറഞ്ഞപ്പോൾ എനിക്ക് 2 പുതപ്പ് പുതപ്പിച്ച് തന്നിട്ട് അമ്മയൊക്കെ വരുത്താന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ കാണിച്ചപ്പോ അമ്മ അതൊരു സുന്ദരം കുഞ്ഞാ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അമ്മയോട് എടുത്ത് കഴിയാൻ പറഞ്ഞു. അമ്മ എല്ലാവരോടും പറയണേ സ്റ്റാറ്റസ് ഇടണേ, എന്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇടണേന്ന് പറയാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു അവരതെല്ലാം ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നഴ്സുമാർ അമ്മയോട് പറഞ്ഞു നോക്ക് വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെള്ളവും ബിസ്ക്കറ്റോ, എനിക്കപ്പം എന്തെങ്കിലുമൊക്കെ കനത്തി കിട്ടിയാൽ കൊള്ളാതുണ്ട്, അത്രയ്ക്ക് വിശപ്പുണ്ട്. അങ്ങനെ അമ്മ പറഞ്ഞ വെള്ളവും ബിസ്ക്കറ്റും കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വെള്ളവും ബിസ്ക്കറ്റും അമ്മ കൊണ്ടുവന്നു. വെള്ളവും ബിസ്ക്കറ്റും കൊണ്ടുവന്നപ്പം കഴിഞ്ഞ് ഒടുക്കത്തെ ദാഹം ഉണ്ടായിരുന്നു. നല്ല ദാഹം എന്ന് വെച്ചാൽ നല്ല ദാഹം. പക്ഷെ എൻ്റെ അമ്മ എനിക്ക് ഒരു ഗ്ലാസ്സിലെ വെള്ളം കൊണ്ടു തന്നുള്ളൂ. അപ്പോൾ അപ്പുറത്തൊക്കെ ഒരു ഫ്ലാസ്ക് വരെ വെള്ളം കൊണ്ടുവന്നു. ഈ വെള്ളം കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തെ ചേച്ചിയുടെ ആയിരുന്നു എനിക്ക് വെള്ളം വാങ്ങിച്ചു തന്നു. എന്നിട്ട് പിന്നെ അമ്മയെ കൊണ്ട് വെള്ളം വരുത്തിച്ച്. പക്ഷെ ആ വെള്ളം വരുത്തിച്ച് എനിക്ക് കുടിക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് എന്തായിരുന്നു ഇത്രയും കഴിച്ചിട്ട് ഞാൻ കിടന്ന് സുഖം ഉറക്കം എന്ന് വെച്ചാൽ ഞാനില്ലേ എന്തോ വലിയ യുദ്ധം കഴിഞ്ഞു പോലെ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. തണുത്ത് വിറച്ചാണെങ്കിലും ഞാൻ കിടന്ന് ഉറങ്ങി. കുറേ നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് മിക്കി ഡോക്ടർ എന്നെ വന്ന് വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ ചോദിച്ചു. പിന്നെ ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ മിക്കി ഡോക്ടറിനെ സോറി ഒക്കെ പറഞ്ഞു കേട്ടോ, ചവിട്ടിയെ. അപ്പൊ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ അതൊക്കെ ഇങ്ങനെയാന്ന് പറഞ്ഞു. എന്നെ മിക്കി ഡോക്ടറും സമാധാനിപ്പിച്ചു. എന്നിട്ട് അപ്പൊ എനിക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നി. അങ്ങനെ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വന്ന് അതപ്പോഴത്തേനും ഇറങ്ങിയപ്പം എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു സിസ്റ്ററിന്റെ അതിൽ കുഞ്ഞു അപ്പൊ അതായത് എന്റെ കുഞ്ഞാണെന്ന് വിചാരിക്കുന്നത് നോക്കാതെ ഇത് എന്റെ കുഞ്ഞിന്റെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാവരും ചിരിച്ചു. നിനക്ക് മനസ്സിലായെന്നൊക്കെ ചോദിച്ചു. അപ്പം അവരത്ര നേരം മിണ്ടായിരിക്കുമായിരുന്നു എനിക്ക് മനസ്സിലാവുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പത്തേനും എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യം കേട്ടോ. ഇത്രയും ഞാൻ അവിടുത്തെ ചെറിയ കൊച്ച്, അവിടെ പ്രസവിക്കാൻ ഞാൻ ചെറിയൊരു കൊച്ച്. അപ്പം ഇങ്ങനെ അവരൊക്കെ പറഞ്ഞപ്പം പാല് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പം ഇവ ഭയങ്കര കരച്ചിൽ. എൻ്റെ ഇവരിപ്പോ ഭയങ്കര കരച്ചിൽ. ഇവ പാലൊന്നും കുടിക്കുന്നില്ല. എന്നിട്ട് ഞാൻ കുറച്ചു നേരം എടുത്തിട്ട് അവനങ്ങ് കൊണ്ടുപോയി. ഭയങ്കര കീറ്റില്, ഭയങ്കര അപ്പം എന്നോട് സിസ്റ്റർ പറഞ്ഞു നിന്റെ കുഞ്ഞാനാ ഒടുക്കത്തെ സൗണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സൗണ്ട്. കാര്യം ഞാൻ അത്രയ്ക്ക് അലറിയതാ. പിന്നെ എന്റെ തൊണ്ടയൊക്കെ വയ്യാൻ കേട്ടോ. എനിക്ക് തൊണ്ടയൊന്നും അനക്കാൻ വയ്യ. എനിക്ക് സൗണ്ട് പോലും നേരെ വരുന്നില്ല. കാര്യം അത്രയും ഞാൻ കിടന്ന് അലച്ച് അവിടെ. എന്നിട്ട് വീണ്ടും ഞാൻ കിടന്നുറങ്ങി. പിന്നെ വന്ന് സിസ്റ്റർ വീണ്ടും വന്ന് ഉണർത്തിയിട്ട് പറഞ്ഞു, ഒരു ഫോൺ തന്നിട്ട് പറഞ്ഞു അമ്മയെ വിളിച്ച് പറ ഡ്രസ്സ് എന്തെങ്കിലും കൊടുത്ത് വിടാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അമ്മയെ വിളിച്ച് ഡ്രസ്സൊക്കെ തരാൻ പറഞ്ഞ് 9 മണിക്ക് റൂമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. അപ്പോൾ അമ്മ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഡോക്ടർ എന്നെ ബാത്റൂമിൽ കൊണ്ടുവന്ന് ഡോക്ടർ എൻ്റെ ദേഹമൊക്കെ ഒന്ന് കഴുകി തന്നു. നേഴ്സ് എൻ്റെ ദേഹമൊക്കെ ഒന്ന് കഴുകി തന്നു. അത്രയ്ക്കും നല്ല കമ്പനിയായിരുന്നു കേട്ടോ. എനിക്ക് മാത്രം അങ്ങനെ ചെയ്തു തന്നുള്ളൂ സത്യം പറഞ്ഞാൽ. അങ്ങനെ ദേഹമൊക്കെ കഴുകി തന്ന് എന്നെ തിരിച്ചുകൊണ്ട് ഡ്രസ്സൊക്കെ ഇടിച്ച് എന്നെ കൊണ്ടിരുത്തി. അപ്പം എണ്ണിച്ച് നടന്നപ്പം എനിക്ക് ചെറിയ തലചുറ്റലുണ്ടായിരുന്നു. അപ്പം തലചുറ്റൽ അങ്ങനെ വരുമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ വീൽ ചെയറിൽ വെളിയിറക്കിയപ്പോ അമ്മയൊക്കെ കണ്ടപ്പോ അകത്ത് കിടന്ന പ്രകടനങ്ങളിൽ ഞാൻ അടിച്ച ഡയലോഗൊക്കെ അമ്മയൊക്കെ പറയുന്നു. എന്നിട്ട് എന്നെ കുറേ കളിയാകും. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇതൊക്കെ ഡോക്ടർ ഞങ്ങളോട് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞിനെയും കൈ പിടിച്ചിട്ട് ഞാൻ അതിന്റെ സൈഡിലെല്ലാം നോക്കുക ചേട്ടൻ എന്തെന്ന്. അവനാണെങ്കിൽ കൂട്ടുകാർക്ക് ലഡുവൊക്കെ കൊടുക്കാനും അവൻ ഷവർമയൊക്കെ കഴിക്കാൻ വേണ്ടി അവൻ വീട്ടിൽ പോയി എന്റെ ഡെലിവറി കഴിഞ്ഞോണ്ട് കുഞ്ഞിനെ കണ്ടിട്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് റൂമിൽ ചെന്ന് ഞാൻ ഒരു പ്ലേറ്റ് കഞ്ഞി, ഞാൻ സാധാരണ അങ്ങനെ കുടിക്കുന്നില്ല, ഒരു പ്ലേറ്റ് പൊടിയിരിക്കഞ്ഞി എനിക്ക് ചേട്ടൻ്റെ അമ്മ വരുത്തുന്നു. ഞാനത് മുഴുവൻ കുടിച്ച് ഒരു കുപ്പി വെള്ളവും കുടിച്ച് ഞാൻ കിടന്നു. അത് ഞാൻ അങ്ങനെ കഴിക്കുന്നതല്ല. ഞാൻ ഒരു പ്ലേറ്റ് കഞ്ഞി ഞാൻ വീണ്ടും കഞ്ഞിരാവും ചേച്ചി. അത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു എനിക്ക്. അതൊരു കഞ്ഞി ഞാൻ കുടിച്ചപ്പോഴത്തേനും ചേട്ടൻ വന്ന് കിറ്റ്കാറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. കിറ്റ്കാറ്റൊക്കെ തന്നു. എന്നിട്ട് എനിക്ക് പിന്നെ ഡോക്ടർ എന്ത് വേണമെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കഴിച്ചോ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നൊക്കെ
അവിടെ കാര്യമൊക്കെ പറഞ്ഞോണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റിച്ചിൻ്റെ അവിടെ വേദന ഉണ്ടായിരുന്നു. പിന്നെ കിടന്നൊക്കെ ഉറങ്ങി. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നതായിരുന്നു കേട്ടോ. ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ ഈ പറഞ്ഞ നേഴ്സുമാരെല്ലാം എന്നെ കാണാൻ വന്നു. ഞാൻ പറയുന്നത് എന്നെ ഒരുപാട് കെയർ ചെയ്ത നേഴ്സ് എന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നത്. ആ നേഴ്സ് എല്ലാം കാണാൻ വന്നു. കാര്യം അവർക്കൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ. എനിക്ക് ശരിക്കും പേടിയുണ്ട് ഇങ്ങനെ കാരണം അലയ്ക്കുമ്പോഴൊക്കെ ഇവരൊക്കെ വഴക്ക് പറയുമെന്ന്. പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ അടുത്ത് നല്ല കെയർ ആയിരുന്നു. ഈ സിസ്റ്റേഴ്സൊക്കെ കാണാൻ വന്ന് എനിക്ക് അത്രയ്ക്ക് നല്ല കെയർ ആയിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല കെയർ. ഞാൻ പേടിച്ച പോലെ ഒന്നുമല്ല. എന്നെ ഒരു അവരുടെ കുഞ്ഞ് മോളെങ്ങനെയാണോ അതുപോലെ എന്നെ കെയർ ചെയ്തു. ഡോക്ടറാണേലും എല്ലാവരും മിക്കി ഡോക്ടർ ഇടയ്ക്ക് നിന്ന് റൗണ്ട്സിന് വന്നപ്പോൾ മിക്കി ഡോക്ടറോട് അമ്മ പറഞ്ഞപ്പോൾ മിക്കി ഡോക്ടർ എടുത്ത വായിൽ പറഞ്ഞ എന്നെ ചവിട്ടിയാൽ എന്താ, അവള് നോർമൽ ഡെലിവറി സിസേറിയൻ ചെയ്യാതെ അവള് പ്രസവിച്ചല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് സിസ്റ്റേഴ്സൊക്കെ എന്നെ പറഞ്ഞില്ല, എന്നെ കെയർ ചെയ്ത സിസ്റ്ററൊക്കെ വന്നിട്ട് ചോദിച്ചു, എടി നിനക്ക് സിസേറിയൻ ചെയ്തിട്ട് ഇങ്ങനെ എണീച്ചിപ്പോൾ നടക്കാൻ പറ്റുമെന്ന്. ഞാൻ സിസേറിയൻ കുറ്റം പറഞ്ഞല്ല കേട്ടോ. കാര്യം നോർമൽ എനിക്ക് സിസേറിൻ്റെ പിന്നെ സഹിക്കാൻ പറ്റത്തില്ലെന്ന് അവർക്ക് അറിയാം. ഇപ്പം നോർമൽ ഡെലിവറി ചെയ്തുകൊണ്ട് എണീച്ച് നടക്കുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു. കാര്യം അത്രയ്ക്കും കിടന്ന് ബഹളമായിരുന്നു എനിക്ക് സിസേറിയൻ വേണമെന്നും പറഞ്ഞുകൊണ്ട്. കാര്യം അവർ മാക്സിമം നോർമലിനാണ് നോക്കിയത്. അങ്ങനെ ആ സിസ്റ്ററിനൊക്കെ മുട്ടായൊക്കെ കൊടുത്തു, എല്ലാവർക്കും മുട്ടായൊക്കെ കൊടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയപ്പം അവിടുന്ന് കുഞ്ഞിനൊരു ഗിഫ്റ്റ് തന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് 2ൻ്റെ അന്ന് തന്നെ വീണ്ടും കെട്ടുമ്പറക്കി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. കാര്യം ഇവന് മഞ്ഞപ്പം ഉണ്ടായിരുന്നു. കയ്യിലൊരു ബബിൾ വന്ന് കൊണ്ട് കാണിച്ചപ്പം മഞ്ഞപ്പം കണ്ട് ഇവന് കൂടുതലാണ്. 10 ആവുള്ളൂ, ഇവന് 12 13 കണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്റ്റിച്ചിട്ട് അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലോറും പാല് കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് ഇറങ്ങി ലിഫ്റ്റും കയറി ഒക്കെ ഇങ്ങനെ നടക്കേണ്ടി വന്നു. അങ്ങനെ എനിക്ക് അവിടെ സ്റ്റിച്ച് പഴുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ വലിയ കുഴപ്പമൊന്നും വന്നില്ല. പക്ഷെ എനിക്ക് ആ സ്റ്റിച്ചിട്ട് ആ വേദനയിൽ എനിക്ക് ആ 2 ദിവസം ഹോസ്പിറ്റലിൽ ഇങ്ങനെ തങ്ങി നിൽക്കാൻ അതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ ഇവനുമായിട്ടുള്ള കുഞ്ഞ് വന്നു. അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊച്ചിന് 1.25 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ ഡെലിവറി വ്ളോഗ് ചോദിച്ചവർക്ക് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ എൻ്റെ കിച്ചുവിനെ കാണിച്ചു തരാം. ഈ മുതലിൻ്റെ കഥയാണ് ഞാൻ ഇത്രയും നേരം കൊണ്ട് ഇരുന്ന് പറഞ്ഞത്. ഇപ്പതേ ആ കുഞ്ഞു മോൻ ഇത്രയുമായി. അപ്പോൾ ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. ടാറ്റ.